Hey guys, welcome back to another video. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഒരു 5G സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. റെഡ്മി 12 5G. സോ ഈ ഒരു ഫോൺ ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് ഓഫറൊക്കെ കൂട്ടി ഏകദേശം ഒരു 11,000 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ആണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നല്ല സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. സോ നമുക്ക് ആ ഒരു ഫോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കൂടി നോക്കാം. വീഡിയോ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിൽറ്റ് ഡിസൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ഫോൺ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പോക്കോ F5 സീരീസിലെ ഫോൺസിൻ്റെ ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗ്ലാസ് ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊന്നും പൊതുവേ കൊടുക്കാറില്ല. ഈവൻ ഒരു 20,000 തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇവിടെയും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 200 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ IP53 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ഡ്രോപ്പായിട്ടുള്ള വെള്ളമൊന്നും വീണ വിഷയമില്ല എന്നാണ്. അതല്ലാതെ അണ്ടർ വാട്ടറിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാനായിട്ട് വരില്ല. സോ ഒരു കുഴപ്പമില്ലാത്തൊരു IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ സിം സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. മെമ്മറി കാർഡ് ഇടാനായിട്ട് പറ്റില്ല. സോ ഇതൊക്കെയാണ് ബിൽറ്റ് ആൻഡ് ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. സോ കുഴപ്പമില്ലാത്തൊരു ബിൽറ്റ് ആൻഡ് ഡിസൈൻ തന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് IPS LCD പാനലാണ്. അമോലെഡ് സ്ക്രീനില്ല. സോ അമോലെഡ് സ്ക്രീൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുമെന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണെങ്കിൽ അമോലെഡ് സ്ക്രീനേക്കാളും ഈ ഒരു ഘട്ടത്തിൽ LCD സ്ക്രീൻ തന്നെയാണ് ബെസ്റ്റ്. കാരണം ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ 6.7 ഇഞ്ചാണ് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. അത്യാവശ്യം വലിയൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 550 നിറ്റ്സാണ് ബ്രൈറ്റ്നെസ് വരുന്നത്. സോ കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനോട് കൂടി ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്തൊന്നും ഒരു ഇഷ്യൂയും കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുവാണെങ്കിൽ ക്വാൽകോമിൻ്റെ തന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന റെഡ്മി നോട്ട് 12 സ്നാപ്ഡ്രാഗൺ 4 Gen 1 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ 4 Gen 2 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിപ്സെറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നോർമൽ യൂസേജിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് ഹെവി ഗെയിമും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ലോ സെറ്റിങ്സ് അല്ലെങ്കിൽ നോർമൽ സെറ്റിങ്സിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് BGMയും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഹെവി സെറ്റിങ്സ് ഒന്നും ഒരിക്കലും ഈ ഒരു ചിപ്സെറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യില്ല. കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റാണ്. ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് നോർമലായിട്ട് ഉള്ള യൂസേജിനൊക്കെ ഈ ഒരു ചിപ്സെറ്റ് ധാരാളമാണ്. അവിടെ ഒന്നും ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരില്ല. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. MIUI 14 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. സോ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എത്രത്തോളം അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടുമെന്ന് ഇതുവരെ ഷോമി മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതിപ്പോൾ അറിയുവാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓവറോൾ പെർഫോമൻസ് സൈഡും വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതിനകത്ത് ഒരെണ്ണം ഫ്ലാഷ് ലൈറ്റ് വെച്ചേക്കുന്നതാണ്. സോ അങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതൊരു സെപ്പറേറ്റ് ആയിട്ട് വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു സജഷൻ. സോ എനിവേ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ. ആ ഒരു മെയിൻ ക്യാമറ തന്നെയാണ് അൾട്രാ വൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. സോ അതെനിക്ക് ഇത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു റെയർ ക്യാമറ അല്ലെങ്കിൽ മെയിൻ ക്യാമറയും 7 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും ആണെങ്കിൽ കുറച്ചുകൂടി ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൊണ്ട് ഒരു യൂസേജും ഇല്ല. പക്ഷേ ഇവിടെ ഇവരിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീഡിയോ റെക്കോർഡിംഗ് നോക്കുവാണെങ്കിൽ 1080 30 FPS ആണ് റിയർ ക്യാമറയുടെ മാക്സിമം സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും 1080 30 FPS ആണ് മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് വരുന്നത്. സോ കുഴപ്പമില്ലാത്തൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ പവർ ഡെലിവറി ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക്
ഇവിടെ ഒരു പോരായ്മയായിട്ട് വന്നത് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്. 80 വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനീസ് എടുത്ത് കളയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 33 വാട്ടാണ് ഒരു ബേസ് ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെയും 33 വാട്ടിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. എനിവേ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും 80 വാട്ട് തന്നെ കൊടുത്തത്. എനിക്ക് ആ ഒരു ചാർജിങ് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ബാറ്ററിയും കാര്യങ്ങളൊന്നും വേറെ വിഷയവും കാര്യങ്ങളൊന്നും. ഈ ഒരു ഡിവൈസിൽ 3.5mm ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എല്ലാം മോണോ സ്പീക്കറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോണോ സ്പീക്കറാണ് ഒട്ടുമിക്ക ഫോണും കൊടുത്തത്. അപൂർവം ചില ഫോണുകളിൽ മാത്രമാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാറുള്ളത്. ഓക്കെ, സോ ഫൈനലായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ ICICI ബാങ്കിൻ്റെ കാർഡിന്മേൽ ഒരു 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓഫർ കുറച്ചിട്ടുള്ള പ്രൈസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അല്ലാത്ത പ്രൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഓഫർ ഇല്ലാത്ത പ്രൈസ് നോക്കാവുന്നതാണ്. സോ ഓഫറോടുകൂടി പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 64 എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ് പ്രൈസാണ് 10,999 രൂപ, അതായത് 11,000 രൂപ. അതുപോലെ തന്നെ 6GB 128 പ്രൈസാണ് 12,500 രൂപ. അതുപോലെ തന്നെ 8GB 256 പ്രൈസാണ് 14,500 രൂപ. സോ ഇതൊക്കെയാണ് ഓഫർ കൂട്ടിയുള്ള പ്രൈസ്. ഓഫർ ഇല്ലാത്ത പ്രൈസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ വീഡിയോയുടെ സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഈ ഒരു ഫോണിനെ പറ്റി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ് ഈ ഒരു Redmi 12 5G എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിവൈസിന്. സോ നിങ്ങളിപ്പോൾ ഒരു 10,000 11,000 റേഞ്ച് അല്ലെങ്കിൽ ഒരു 12,000 രൂപ റേഞ്ചിൽ ഒരു 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ഹെവി പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യില്ല. നോർമലായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സോ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.